ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയൊക്കെ ഒരു സീസണാണല്ലോ. അപ്പോൾ ഒരുവിധം ചക്കയൊക്കെ പഴുത്തിട്ടുണ്ടാവും. അപ്പം പഴുത്ത ചക്ക നമുക്ക് എങ്ങനെയാണ് കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതായത് ചക്ക വിരകുന്നതിൻ്റെ ഒരു വീഡിയോ ആണിത്. ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ വെക്കാം. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു ചക്കയാണ് എടുത്തിട്ടുള്ളത്. അതായത് ചക്കയുടെ ചുള എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ 2 പീസാക്കി എടുത്തതാണ്. നല്ല പഴുത്ത ചക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇനി മധുരം കുറവാണെങ്കിലൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളിതിൽ ശർക്കര ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചക്കക്ക് വേണ്ടിയിട്ട് 6 ആണി ശർക്കരയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കാം. പുകയില്ലാത്തതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചക്ക ഈ അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ ചക്കയിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഈ ചക്ക ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഒരുപാട് ടൈം എടുത്തത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ ഒഴിച്ച വെള്ളവും അതുപോലെ ചക്കയിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വേറെ ഒന്നും ചേർക്കേണ്ട, ഇതിലുള്ള വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കുക. ഇതാ കണ്ടല്ലോ, ഇതുപോലെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 100 ഗ്രാം നെയ്യ് ആവശ്യമുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ആദ്യം ഒന്ന് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വെള്ളം വറ്റി വരുന്ന സമയത്തൊക്കെ കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ടോട്ടൽ 100 ഗ്രാം നെയ്യാണ് നമുക്ക് വേണ്ടത് ഒരു ചക്കക്ക്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ചുക്കുപൊടിയും ജീരകപ്പൊടിയാണ്, ചെറിയ ജീരകം പൊടിച്ചത്. അത് ഓരോന്നും 2 ടേബിൾ സ്പൂൺ വീതം എടുക്കാം. ഇനി ഇതിലേക്ക് ചക്കയിലേക്ക് ഈ 2 പൊടികളും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ചക്കയിലുള്ള വെള്ളമൊക്കെ വറ്റി നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള പോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാവണം. ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഉരുളിയിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് ഉരുളിയിലിട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് ചെയ്തു. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉരുളി ഇല്ല എന്നുണ്ടെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്താൽ മതി. ചക്ക ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ടൈറ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതാ അടുപ്പത്തൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെ അല്ലെ പത്തിരീൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ജാമ് പോലെ തേച്ച് കഴിക്കാവുന്നതാണ്. മക്കൾക്കും അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ചക്കട, ചക്ക ഉണ്ണിയപ്പം, നെയ്യപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ചക്ക ഇല്ലാത്തൊരു സമയത്ത് ചക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇതിനി ചൂടാറിയതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിൽ
ഫ്രിഡ്ജിൽ വെക്കാം. കുപ്പിയിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. അതല്ല പുറത്ത് കുറച്ച് ദിവസം വെക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പെട്ടെന്നൊന്നും കേടാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്